പ്രതിസന്ധിക്കിടെ ഹോർമൂസ് കടലിടുക്ക് കടന്ന LPG-യുമായുള്ള ഒരു ടാങ്കർ കൂടെ ഇന്ന് ഇന്ത്യയിലെത്തും. മുംബൈ തീരത്തായിരിക്കും ടാങ്കർ നങ്കൂരമിടുക. രാജ്യത്തെ LPG വിതരണം സാധാരണ നിലയിലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. LPG പ്രതിസന്ധി മറികടക്കാൻ PNG കണക്ഷനുകൾ പരമാവധി നൽകി ബദൽ മാർഗം തേടുന്നതായും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്ധന വില വർധനവുണ്ടാകില്ല എന്നും ഇന്ധന സ്റ്റോക്ക് ആവശ്യത്തിലധികമാണ് എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. YS അഭിനന്ദ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, കേന്ദ്രം അങ്ങനെ വിശദീകരിക്കുമ്പോഴും ഇപ്പോഴും ആ പ്രതിസന്ധി പൂർണ്ണമായി മാറിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഹോർമൂസ് കടന്ന് കൂടുതൽ കപ്പലുകൾ എത്തുന്നു എന്നത് ആശ്വാസകരമാണ്. പതിയെ ആ പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കാൻ കഴിയും എന്നാണോ തോന്നുന്നത്? അപ്പോഴും അവിടെ യുദ്ധം ശക്തമാവുന്നത് മറ്റൊരു യാഥാർത്ഥ്യം. YS അഭിനന്ദ്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി ഇല്ല എന്ന് തന്നെ ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഇന്നലെ നടന്ന അന്തർ മന്ത്രാലയ വാർത്താ സമ്മേളനത്തിലും അത് തന്നെയാണ് പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി വ്യക്തമാക്കിയത്. ആവശ്യത്തിലധികം സ്റ്റോക്കുകളുണ്ട്. ഇന്ധന സ്റ്റോക്കുകൾ ഏതാണ്ട് 60 ദിവസത്തിലധികം ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് രാജ്യത്ത് സജ്ജമാണ്. അതുകൊണ്ട് ഇന്ധന പ്രതിസന്ധിയോ ഇന്ധന വില വർധനമോ അടുത്തിടെയൊന്നും രാജ്യത്ത് ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം നൽകുകയും ചെയ്തത്. ഇതിനിടയിലാണ് ഹോർമൂസ് കടലിടുക്ക് കടന്ന ഒരു കപ്പൽ ഇന്ന് ഇന്ത്യൻ തീരത്ത് നങ്കൂരമിടുകയാണ്. മുംബൈ തീരത്തായിരിക്കും എത്തുക. അതിനെ LPG ടാങ്കറുകൾ 2 കപ്പലുകൾക്ക് അനുമതി നൽകിയിരുന്നു ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണെന്നും കൂടുതൽ കപ്പലുകൾ ഉടൻ തന്നെ ഇന്ത്യൻ തീരത്ത് നങ്കൂരമിടുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പൽ നാളെ ആയിരിക്കും എത്തുക. അതായത് ഹോർമൂസ് കടലിടുക്ക് കടന്ന് LPG ടാങ്കറുമായിട്ട് എത്തിയ 2 കപ്പലുകളിൽ ഒന്ന് ഇന്നെത്തും. നാളെ മറ്റൊരു കപ്പൽ, അങ്ങനെ 2 കപ്പലുകൾ കൂടി എത്തുന്നതോടുകൂടി ഇന്ധന പ്രതിസന്ധിക്ക് ഏകദേശം പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ അത് പങ്കുവയ്ക്കുകയും ചെയ്തത്. PNG വിതരണം 100% എത്തിക്കുമെന്നും PNG കണക്ഷനുകൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു. PNG കണക്ഷനുകൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അനുമതി നൽകുവാൻ വേണ്ടിയിട്ട് ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും ഇന്ധന പ്രതിസന്ധി അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ അത് സംസ്ഥാന സർക്കാരുകൾ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടപ്പിലാക്കണമെന്നാണ് നിലവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി, YS അഭിനന്ദ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഒരു കപ്പൽ കൂടി ഇന്നെത്തുകയാണ്. ഒരു ആശ്വാസം എന്ന് പറയാവുന്ന തരത്തിലേക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കപ്പലുകൾ എത്തും എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. നിലവിലെ ഈ പ്രതിസന്ധി വൈകാതെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് കേന്ദ്രം വിശദീകരിക്കുന്നത്. പക്ഷേ അത് ഇപ്പോഴും പലയിടങ്ങളിലും ആ പ്രതിസന്ധി അതേപോലെ തന്നെ നിലനിൽക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്.